നമസ്കാരം. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ന് വൈകുന്നേരം 4:30 നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ടാഗോർ മിനി തിയേറ്റർ 2-ലാണ് ഈ പ്രദർശനം ഉള്ളത്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള മിക്കവാറും കഥാപാത്രങ്ങളൊക്കെ ഇന്ന് അവിടെ ഈ ഒരു പ്രദർശനം കാണാൻ എത്തുന്നുണ്ട്. ആനുകാലികവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ ഒരു വിഷയമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പ്യാർ കി ജാൽ എന്നാണ് ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ. ഹിന്ദി നെയിമാണെങ്കിലും മലയാളം ഷോർട്ട് ഫിലിം തന്നെയാണ്. റിലീസ് ചെയ്തിട്ടില്ല, ഉടൻ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോൾ ലിങ്ക് എല്ലാവർക്കും എത്തിക്കാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണാം. സീ യു. പുറകിൽ കാണുന്ന ഈ ഒരു തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അത് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇതിനുള്ളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകൻ എന്നോടൊപ്പം ഉണ്ട്. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. IFFK ഫിലിം ഫെസ്റ്റിവലിൽ ഞങ്ങളുടെ ചെറിയ ചിത്രമായ പ്യാർ കി ജാലം പ്രദർശിപ്പിക്കുകയുണ്ടായി. തിങ്ങി നിറഞ്ഞ സദസ്സിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായങ്ങളും മറ്റുമൊക്കെ വളരെ സന്തോഷമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ വലിയ സന്തോഷമുണ്ട്. പ്രേക്ഷകർ കണ്ടവർ അവരുടെ അഭിപ്രായം പങ്കുവച്ചപ്പോൾ പുത്തൻ ഒരു ആശയം പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം ഇതുമായിട്ട് സഹകരിച്ച ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്. അവരുടെ വളരെ നല്ല ഒരു സഹകരണവും പ്രകടനവും ഈ ചിത്രത്തിനെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ നിന്നുമുള്ള സപ്പോർട്ടും ഈ ചിത്രത്തെ വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് IFFKയിൽ നിന്നും മാർക്കറ്റിംഗ് ഡിവിഷനിൽ നിന്നും നമുക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ലഭിച്ചത്. അതും ഒരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളോട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ കമൻറ്റുകളും മറ്റുമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്ത എല്ലാവരോടും പ്രത്യേകം ഒരു നന്ദി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സംസാരിക്കുന്നു. Государству нужны жестко социализированные и дисциплинированные люди, выполняющие какие-то системные заказы и законы. А искусству нужен человек, который может заплакать, который может прочувствовать, то есть легкий, свободный, чувствительный человек. Я все же отношусь к числу непуганных людей. Я никогда ничего не боялся. А это, в свою очередь, основывалось на том, что я обязан был доверять вкусу своему и вот тому, что внутри у меня существует. എന്താണ് ഈ പ്യാർ കി ജാൽ?
നമുക്ക്